ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. തമിഴിൽ കണ്ട പോലെ തന്നെ ഫാത്തിമ താത്തന്റെ കുറച്ച് കുസൃതികളാണ് ഇന്നത്തെ വീഡിയോയുടെ മെയിൻ ഹൈലൈറ്റ്. ഫാത്തിമ താത്തനെ നമ്മൾ പാത്തു എന്നുള്ള ഷോർട്ട് നെയിം വെച്ച് നമുക്ക് ഫുൾ ആയിട്ട് പറയാം. അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. പാത്തു എന്ന് വിളിക്കുന്നതാണ് മൂപ്പർക്കും ഭയങ്കര ഇഷ്ടം. അപ്പം കാര്യം എന്താന്ന് വെച്ചാല്, ഞാൻ ട്യൂഷൻ എടുക്കുന്നതും അതിന്റെ കാര്യങ്ങൾ പറയുന്നൊക്കെ കുറേ വീഡിയോസിൽ എല്ലാവർക്കും അറിയാൻ മതിയാവുമല്ലോ. അപ്പൊ അതിൽ നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്പറും ഒക്കെ കൊടുക്കാറുണ്ട്. അത് കണ്ടിട്ട് കുറേ പേര് കോണ്ടാക്റ്റും ചെയ്യലുണ്ട്. അടിപൊളിയായിട്ട് തന്നെ ട്യൂഷന് മുന്നോട്ട് പോകാറുണ്ട്. അപ്പം അതിലൊരു കോർഡിനേറ്റർ എന്ന നിലയ്ക്ക് എനിക്ക് പറ്റിയൊരു എന്താ പറയാ, പറ്റിയൊരു സംഭവം എന്ന് പറയാൻ പറ്റില്ല, ബാഡ് ബിഹേവ് എന്ന് പറയാൻ പറ്റില്ല, ഒരു രസം, അത്രേ ഉള്ളൂ. ഒരു രസം തന്നെ പറയേണ്ടി വരും. അത്രയും രസമായിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ്. ഈ സംഭവം നടക്കുന്നത് മിനിയാന്ന് സൺഡേ 9-ാം തീയതിയാണ് ഇക്കാര്യം നടക്കുന്നത്. സംഭവം എന്താ വെച്ചാല്, നമ്മൾ നോമ്പൊക്കെ തുറന്ന് ഒരു 7 o'clock ആയിട്ടുള്ളൂ. സംഭവം ഓട്ടോമാറ്റിക് ആയിട്ട് പല നമ്പറിനും കോളും കാര്യങ്ങളും വരലുണ്ട്. ട്യൂഷന്റെ ഡീറ്റെയിൽസും ചോദിക്കലുണ്ട്, അതിനെപ്പറ്റി പറയലും എല്ലാം നടക്കുന്നതാണ്. പുറത്തുനിന്ന് വിളിക്കലുണ്ട്. ഇനിയിപ്പം UK അവിടെ നിന്നൊക്കെ കോണ്ടാക്റ്റും ഉണ്ട്, അവിടെ നിന്നൊക്കെ ഞങ്ങൾക്ക് സ്റ്റുഡൻസും ഉണ്ട്. അപ്പോൾ കോർഡിനേറ്റർ എന്ന നിലയിൽ ഞാൻ കോണ്ടാക്ട് കോള് അറ്റൻഡ് ചെയ്തപ്പം ഞാൻ ചോദിച്ചു, എന്താണ് ട്യൂഷന്റെ ആവശ്യത്തിനാണോ എന്ന് ചോദിച്ചപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ സേവ് ചെയ്യാത്തൊരു നമ്പർ ആയതുകൊണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചോദിക്കേണ്ടത് ട്യൂഷന്റെ കാര്യങ്ങളാണ്. അങ്ങനെ ഞാൻ ട്യൂഷന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചപ്പം എന്നോട് പറഞ്ഞത് ട്യൂഷന് വേണ്ടിയിട്ടാണെന്നാണ്. അപ്പം നോമ്പ് തുറന്ന ആ ഒരു തിരക്കിലല്ലേ, കാരണം നോമ്പ് തുറയുണ്ടായിരുന്നു, കസിന്റെ വീട്ടിൽ നിന്ന് നോമ്പ് തുറയായിരുന്നു സൺഡേ. അപ്പൊ അതിന്റെ തിരക്കും കൂടി ആയപ്പം എല്ലാവരും ഇരിക്കുന്ന നേരത്തെ ഞാൻ ആ കോൾ എടുക്കുന്നത് അത്ര ഇതല്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, നോമ്പ് തുറന്നിട്ടുള്ളൂ, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ മെസ്സേജ് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന്, ക്ലാസ് സിലബസ് ഒക്കെ ഒന്ന് എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആയിട്ട് റിപ്ലൈ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ആ കോൾ ഞാൻ കട്ട് ചെയ്തു. എന്നിട്ട് എനിക്ക് സെയിം മെസ്സേജ്, ഹായ് എന്നുള്ള മെസ്സേജ് വീല് വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇപ്പം നോക്കണ്ടല്ലോ, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ അല്ലേ, കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാന്നുള്ള പ്ലാനിൽ അവിടെ വീണ്ടും ഒരു മിസ് കോൾ വരുന്നു. അപ്പൊ ഞാൻ വാട്സപ്പിൽ ഇനിയിപ്പോ ഹായ് ഇട്ടേന്നുള്ള ഒരു മിസ് കോൾ ഇട്ടതാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് മൈൻഡ് ചെയ്തില്ല. വീണ്ടും സാധാ കോൾ ചെയ്യുന്നു. അപ്പൊ ഞാൻ അറ്റൻഡ് ചെയ്ത ആളെ വോയിസ് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ കുട്ടികളൊക്കെ സംസാരിക്കുന്ന ഒരു വോയിസ്, ഒരു 8th 10th ആ ഒരു ലെവലിലുള്ള കുട്ടികളൊക്കെ കോണ്ടാക്ട് ചെയ്യലുണ്ട്. അപ്പൊ കുട്ടികളായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് തന്നെയാണ് പിന്നെ പാരന്റ്സിന് കൊടുക്കാനാണ് പറയല്. ചില കുട്ടികൾ തന്നെയാണ് കോണ്ടാക്ട് ചെയ്യാറുള്ളത്, വലിയ കുട്ടികളൊക്കെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഓരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം പിന്നെ പാരന്റ്സിനായിട്ട് കോണ്ടാക്ട് ചെയ്ത് കൂടുതൽ കാര്യങ്ങളൊക്കെ സംസാരിക്കാറാണ്. അപ്പോൾ അതുപോലെ ഞാൻ വിചാരിച്ചു ഇതൊരു കുട്ടിയാണെന്ന്. ആ സൗണ്ട് കേട്ടാൽ അങ്ങനെ തോന്നും. അതിന്റെ വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ സൈഡിൽ കൊടുക്കാം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാവരും അറിയട്ടെ. പിന്നെ നമ്പർ ഹൈഡ് ചെയ്യുന്നു. ഇനിയും ഇതുപോലെ തന്നെ റോങ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്പർ പബ്ലിഷ് ചെയ്യാം. ആള് യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് വന്നതാണല്ലോ. അപ്പൊ എന്തായാലും ഈ യൂട്യൂബിലുള്ള എല്ലാവർക്കും, എന്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എല്ലാവരും ഈ നമ്പേഴ്സ് എടുത്തുകൊണ്ട് മൂപ്പരൊന്ന് വിളിച്ചാലേ, മൂപ്പരാണോ മൂപ്പത്തിയാണോ എന്നുള്ളത് അത് നമുക്ക് വഴി കണ്ടറിയാം. കാരണം എന്താണെന്ന് വെച്ചാല് ആളെ കണ്ടു, വീഡിയോ കോൾ വരെ എത്തി നിൽക്കുകയാണ്. ഇപ്പൊ ലാസ്റ്റ് വീഡിയോ കോൾ വരെ എത്തി, അത്രയും ഇന്റൻസിറ്റി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന ആളെന്നൊന്നുമില്ല കേട്ടോ, മെയിലോ ഫീമെയിലോ എന്നുള്ള ഒരു ആവശ്യമൊന്നുമില്ല. ഇതിപ്പോ ഇനിയിപ്പോ ഞാനായാലും വേറെ ഒരാളായാലും ആർക്കെങ്കിലും ഒരാളോട് ജസ്റ്റ് സംസാരിച്ചിരിക്കണം എന്നുള്ള ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പൊ ഇതേപോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കൊക്കെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ആളെ ഉദ്ദേശം എങ്ങനെ ആയിരിക്കും, മനസ്സിലായില്ലേ? വെറുതെ വിളിക്കുകയാണ്, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷെ വേറെ പല ഉദ്ദേശങ്ങളുണ്ട് എന്നുള്ളത് വീഡിയോ കോൾ വരെ എത്തി നിന്നപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. ഇപ്പം തൽക്കാലം നമുക്ക് ഞാൻ നമ്പർ ഹൈഡ് ചെയ്തിട്ട് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ആ ഫോട്ടോയും ഞാൻ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആദ്യം വന്നത് ഹായ് A4 ഒരു ഹായ് അയച്ചു. എന്നിട്ട് ഞാൻ ആ മെസ്സേജ് നോക്കാനിപ്പം മിസ് കോൾ അടിച്ചു. അതേമാതിരി തന്നെ മിസ് കോൾ അടിച്ചിട്ട് ഞാൻ അറ്റൻഡ് ചെയ്യാതിരുന്നപ്പം സാധാ കോൾ, നമ്മളെ നോർമൽ കോളും ചെയ്തു. അപ്പൊ അത് അറ്റൻഡ് ഞാൻ പറഞ്ഞു, ഞാൻ വീണ്ടും റിപ്ലൈ തരാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്പം തന്നെ ഒരു ഹായ് വിട്ടു. പിന്നെ വീണ്ടും ഹായ്, പിന്നെ കുറച്ച് വോയിസ് അയച്ചു. നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ട്യൂഷന്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി കോണ്ടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആണല്ലോ ചോദിക്കുക. അപ്പൊ അത് ചോദിച്ചപ്പം ആളോട് സിലബസ് ഏതാന്ന് ചോദിച്ചപ്പോൾ ആൾക്ക് സിലബസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. അപ്പൊ തന്നെ ഒരു ഇത്, ഇനിയിപ്പൊ കുട്ടികളാണോ അറിയില്ലല്ലോ, ചെറിയ കുട്ടികളാണെങ്കിൽ ഒരു 5th ആണെങ്കിൽ സിലബസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയണം എന്നില്ലല്ലോ. കാരണം
ആൾക്കാർ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. സിലബസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവാത്തവരുണ്ട്. കേരള സിലബസ്, CBSE, ICC അങ്ങനെ സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ പറയാൻ അറിയാത്തവരുണ്ട്. അപ്പം ചിലവർക്ക് നേരിട്ട് പറഞ്ഞാൽ കേരള സിലബസ് ആണോ ചോദിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവുന്നവരുണ്ട്. അപ്പം ഞാൻ എന്ത് CBSE ആണോ കേരള സിലബസ് ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ CBSE ആണ് എന്നൊക്കെ പറഞ്ഞ് വോയിസ് ഒക്കെ അയച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഫ്രീ ആയിട്ട് വീണ്ടും കോണ്ടാക്ട് ചെയ്യാം. ആൾക്ക് സമയമില്ല. പിന്നെയും ഞാൻ ഒരു മെസ്സേജിന് റിപ്ലൈ കൊടുത്തിട്ടില്ല. അപ്പോൾ വീണ്ടും വിളിക്കും. ക്ലാസ് ഏതാ, സിലബസ് ഏതാന്ന് പറയണേ? സിലബസ് പറഞ്ഞാൽ എന്താണ്? CBSE ആണോ? കേരള സിലബസ് ആണോ CBSE ആണോ? CBSE. അതല്ല നമ്മളിപ്പോൾ എഴുതി വിട്ട 1ാം ക്ലാസ്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ക്ലാസ്സിലാണ് പഠിക്കുന്നത്. സാറ്റർഡേ ആണ് ക്ലാസ് ഉണ്ടാവുക. ഡെയിലി. ഇനി എക്സാമിന് വേണ്ടിയിട്ടാണോ നോക്കുന്നത്, വെക്കേഷനിലേക്കാണോ നോക്കുന്നത്? എന്ത് എക്സാമിന് 1ാം ക്ലാസ്. മാത്സ് ആണ്. മാത്സ് ഫുള്ള് വേണം, എല്ലാ സബ്ജക്റ്റും വേണം. ഞാനിപ്പം പുറത്താണ്, ഞാൻ ഫ്രീ ആയിട്ട് മെസ്സേജ് ചെയ്യാം കേട്ടോ. മാത്സ് മാത്രം മതി. മലയാളം ഇംഗ്ലീഷും. 7:15 ഞാൻ പരിപാടി നിർത്തി. കാരണം എനിക്ക് നോമ്പ് തുറയാണ്. അതിൻ്റെ തിരക്കുണ്ട്, എല്ലാവരും ഉണ്ട്, കസിൻസും ഫാമിലി മെമ്പേഴ്സും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ ഇടയിൽ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇതിലിങ്ങനെ ഇതാക്കി കളിക്കാൻ ആരായാലും നമ്മൾ കാര്യം പറയും. കുറച്ച് തിരക്കിലാണ്, കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ക്ലാസ് എടുക്കുന്ന ടൈമിലാണെങ്കിൽ ക്ലാസ് എടുക്കുകയാണ്, കുറച്ച് കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് റിപ്ലൈ തരാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പാരൻസിന് കാര്യം മനസ്സിലാവും. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വെച്ചാൽ അതിനനുസരിച്ചുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെ ഞാനൊരു 7:15 വരെ മെസ്സേജ് അയച്ചുകൊണ്ട് പിന്നെ ഞാനത് നിർത്തി. പിന്നെയും കോളും മെസ്സേജൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. പിന്നെ 10:12 വീണ്ടും ഒരു കോൾ നൈറ്റായി. അത്രയും ലേറ്റ് ആയിട്ട് വീണ്ടും കോൾ അടിച്ചല്ലോ, മിസ് കോൾ അടിച്ചു. അങ്ങനെ ഞാൻ വീണ്ടും റിപ്ലൈ കൊടുക്കാറുണ്ട്. അങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പാരന്റിന് കൊടുക്കും. ഉമ്മ ഉണ്ടെങ്കിൽ ഉമ്മക്ക്, അല്ലെങ്കിൽ അമ്മ ഉണ്ടെങ്കിൽ അമ്മക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞു. പക്ഷെ ഫാത്തിമ എന്നുള്ള പേര് കണ്ടപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായി മുസ്ലിം ആണെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഉമ്മക്ക് പാരന്റിന് കൊടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ പാരന്റ് ഇവിടെ ഇല്ല, പാരന്റ് ടൂർ പോയതാണ്. നോമ്പുകാലല്ലേ, പാരന്റ്സ് ഒക്കെ ടൂർ പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അമ്മക്ക് ഏകദേശം മനസ്സിലായി തുടങ്ങിയത് ഏത് വേറെ റൂട്ടാണെന്നുള്ളത്. അങ്ങനെ മെസ്സേജ് അയച്ച് ഞാൻ പറഞ്ഞു പാരന്റിനോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ പാരന്റ് നാളെ വരുള്ളൂ, നാളെ 10 മണിയൊക്കെ ആകുമ്പോഴത്തേന് വരും. അപ്പോൾ കോണ്ടാക്ട് ചെയ്യാൻ പറയണ്ട്, എങ്ങനെയാണ് വിളിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്. അപ്പൊ ഇതൊക്കെ വോയിസ് വിട്ടരാ, മനസ്സിലാവും. മലയാളം ഇംഗ്ലീഷും മാത്രം. സോറി, ഞാൻ മറന്നുപോയി. എങ്ങനെയാണ് പഠിക്കാനൊക്കെ ഒന്ന് പാരന്റിനോട് മെസ്സേജ് ചെയ്യാൻ പറയോ? മറന്നു പോയതാ, സോറി. പാരന്റിനോട് പറയാം. എൻ്റെ ഇവിടെ അല്ല, ടൂറ് പോയേക്കാണ്. വേറെ ആരെങ്കിലും ഉണ്ടോ വീട്ടില് ഒന്ന് മെസ്സേജ് അയച്ചാൽ കിട്ടാൻ? നാളെ വരും, അപ്പം പറയാട്ടോ. ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെയുള്ളൂ. ഞാൻ വന്നിട്ട് പറയണ്ട്. നാളെ പാരന്റ് വന്നിട്ട് പാരന്റിനോട് മെസ്സേജ് ചെയ്യാൻ പറയട്ടോ. എന്താ ചെയ്യാ പറയണ്ടേ? ഒന്ന് മെസ്സേജ് ചെയ്യാൻ പറഞ്ഞാൽ മതി. മെസ്സേജ് ആണോ? ചെയ്യാ പറയണ്ടേ? ഒന്ന് വിളിക്കാൻ പറഞ്ഞാൽ മതി. വാട്സപ്പ് കോളാ? എപ്പോഴാ വിളിക്കണ്ടേ, ആ സമയത്താ വിളിക്കണ്ടേ ഒക്കെ പറഞ്ഞു. ഉമ്മ എപ്പോഴാണ് എത്തുന്നത് അപ്പൊ ഒന്ന് വിളിക്കാൻ പറഞ്ഞാൽ മതി. 10 എത്തും. 10 പറഞ്ഞാൽ മതിയോ? ഓക്കെ, എന്നാല് നിങ്ങൾ ഫ്രീ ആയിക്കാറല്ലേ? പാരന്റിനോട് അയക്കാൻ പറയണ്ടോ, നാളെ വരും. കേൾക്കാതെ പറയണ്ടേ. എന്നാ ഓക്കെ, ശരി കേട്ടോ. ഓക്കെ. അങ്ങനെ രാത്രി 10:45 വരെ, 10:41 വരെ മിസ് കോൾ അടിച്ചത്. ഞാൻ പരിപാടി നിർത്തി. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞാണ്ട് ഞാൻ നിർത്തി. പിന്നെ നെറ്റ് ഓഫ് ആക്കിയിട്ടു. അപ്പം പിന്നെ കോളൊന്നുമില്ല. പിന്നെ ഇന്നലെ മൺഡേ
മൺഡേ രാവിലെ 9:52 വിളിക്കാൻ തുടങ്ങി. സാധാ കോൾ ചെയ്തു, കാരണം ഞാൻ നെറ്റ് ഓഫ് ആക്കി ഇട്ടിട്ടുണ്ട്. സാധാ കോൾ ചെയ്തു, പിന്നെയും ഹായ്. അപ്പം ഞാൻ തിരിച്ചു വിളിച്ചു. ഇനിയിപ്പോൾ പാരന്റ് വിളിക്കാൻ പറഞ്ഞാണല്ലോ 10 മണിക്ക് ശേഷം. അപ്പം പാരന്റ് അത് വിചാരിച്ചങ്ങാണ്ട് ഞാൻ തിരിച്ചു വിളിച്ചിട്ട് കോൾ എടുക്കുന്നൊന്നുമില്ല. അതൊക്കെ കഴിഞ്ഞ് ഒരു 11:30 വീണ്ടും ഇങ്ങോട്ട് കോൾ ചെയ്യും. പിന്നെ തിരക്കിലായിരിക്കും എന്നുള്ള ആ ഒരു നിലപാടിൽ നിന്നു. ഉമ്മനോടൊന്ന് മെസ്സേജ് ചെയ്യാൻ പറയോ? ട്യൂഷൻ്റെ സംസാരിക്കണമെങ്കിൽ ഉമ്മ തന്നെ മെസ്സേജ് ചെയ്യണം. എന്താണ് പറഞ്ഞത് മനസ്സിലായിട്ടില്ല. അവളുടെ ഉമ്മയാണ് മോളെ വിളിച്ചാ പറഞ്ഞതാണോ? ഇങ്ങനെ പോയി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് അങ്ങനെ ഷാനിക്കാനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഇങ്ങനെയാണ് ഇന്നലൊക്കെ ഞാൻ ഓൾറെഡി കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. ഇങ്ങനെ മെസ്സേജ് വരുന്നുണ്ട്, അതെന്തുണ്ടെങ്കിലും നമ്മളിങ്ങനെ പറയലുണ്ട്, ഇങ്ങനെ ട്യൂഷൻ്റെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയലുണ്ട്. അങ്ങനെ ഷാ പറഞ്ഞു ഞാൻ ഷാക്ക് നമ്പർ അയച്ചിടാം, നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കി എന്താ പറയണേ, എനിക്ക് പറഞ്ഞിട്ടൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മൂപ്പര് കോണ്ടാക്ട് ചെയ്തു. അപ്പം മൂപ്പര് കോണ്ടാക്ട് ചെയ്തപ്പം 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ബയോളജിക്കാണ് ട്യൂഷൻ വേണ്ടത്. ബയോളജി മനസ്സിലായല്ലോ എന്താണ് ഉദ്ദേശം എന്നുള്ളത്. ബയോളജി, മാത്സ് അങ്ങനത്തേനൊക്കെയാണ് ട്യൂഷൻ വേണ്ടത്. എന്നോട് പറഞ്ഞത് 1ാം ക്ലാസ് എന്നാണ് കേട്ടോ, മൂപ്പരോട് 4ാം ക്ലാസ്. ഓക്കെ ഫൈൻ. അപ്പം മൂപ്പര് പറഞ്ഞ് 3,500 ഫീ പേ ചെയ്തിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയാണ്. ഫസ്റ്റ് ഫീ പേ ചെയ്തിട്ടാണ് ഓട്ടോമാറ്റിക് ഡെമോ ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ഫീ പേ ചെയ്തിട്ടാണ് ക്ലാസ് തരാം. അത് ഓരോടത് നമ്മൾ എന്ത് ചെയ്ത് തിരിച്ചു പറഞ്ഞു. എന്താണ് ഫസ്റ്റ് ഫീ പേ ചെയ്തോളി, എന്നിട്ട് ക്ലാസ് എടുക്കുക, എന്നിട്ട് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. എന്തായാലും നിങ്ങളോ കോർഡിനേറ്റർ കോണ്ടാക്ട് ചെയ്തോളൂ എന്നുള്ള ലെവലിൽ സംസാരിച്ചു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഡീറ്റെയിൽസ് അങ്ങോട്ട് വിട്ടു കൊടുത്തു, പേര് കാര്യങ്ങളൊക്കെ വിട്ടേക്കുന്നത്. അപ്പം അതൊക്കെ എനിക്ക് മലയാളത്തിലൊക്കെ ടൈപ്പ് ചെയ്ത് വിട്ടെന്ന് കേട്ടോ, അതൊക്കെ കാണുന്നുണ്ടല്ലോ സൈഡിൽ. മോളെ വിളിച്ചാ പറഞ്ഞതാണോ? ഏതാണ് ക്ലാസ്, സിലബസ്, ഏതാണ് സബ്ജക്റ്റ് വേണ്ടതെന്നൊന്ന് ക്ലിയർ ആയിട്ട് വോയിസ് അയക്കണേ. ഒന്നും ക്ലിയർ ആവുന്നില്ല. ഈ ഡീറ്റെയിൽ ഒന്ന് അയച്ചിടണേ. ഡ്രസ്സോ? ഏതാണ് ക്ലാസ്, പിന്നെ ഏതൊക്കെ ബുക്കുകൾ വേണം? മാത്സ് 1ാം ക്ലാസ്, ബുക്കുകൾ മാത്സ് തന്നെ മതിയോ? ഏതൊക്കെ ബുക്കുകളാണ് ക്ലാസ് എടുക്കേണ്ടതെന്നും കൂടി പറയണേ. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം 1 മതിയോ? ഇതാണ് ഗൂഗിൾ പേ നമ്പർ. അപ്പം ഇതിലേക്കാണ് പേയ്മെന്റ് ചെയ്യേണ്ടത്. ഇത് ആരെ നമ്പറാണോ? പേയ്മെന്റ് ചെയ്യാം. 3,500 3,500 ഫീ വരുന്നത്. അപ്പോൾ ഒന്ന് പേയ്മെന്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയക്കണേ. നമ്പർക്ക് അയച്ചാൽ മതിയല്ലേ? ഞാൻ അയച്ചു തന്ന നമ്പറില്ലേ, അതിലാണ് ഗൂഗിൾ പേ ഉള്ളത്. അപ്പം അതിലേക്കാണ് പേയ്മെന്റ് ചെയ്യേണ്ടത്. പേയ്മെന്റ് ചെയ്യാം. ഈ നമ്പറിലേക്കല്ലേ? അയച്ച നമ്പറിലേക്ക് ഇപ്പം ചെയ്യാട്ടോ. 300 അല്ലേ? 3,500. 3,500 അല്ലേ? ഇപ്പം ചെയ്യാമേ. ഓക്കെ. വാട്സപ്പ് നമ്പറാണോ? ഗൂഗിൾ പേൻ്റെ നമ്പറാ? ഓക്കെ, ഇപ്പം ചെയ്യാട്ടോ. ഗൂഗിൾ പേ അല്ലല്ലോ. ഗൂഗിൾ പേ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് ഇട്ടെന്നാൽ മതിയോ? ഗൂഗിൾ പേയിൽ പേയ്മെന്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട്, ആ നമ്പർ ഗൂഗിൾ പേയിലുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ നമ്പർ ഒന്ന് ഇപ്പം അയച്ചതേ. ഓക്കെ. 100 ആയാലും മതി, കുഴപ്പമില്ലല്ലോ. 300 എൻ്റെ കയ്യിലില്ല, 500 ഉള്ളൂ. 3,500 അപ്പം അയച്ചരാം. പേയ്മെന്റ് ചെയ്തോ? ചെയ്തോ. അതിന്റെ സ്ക്രീൻഷോട്ട് ഒന്ന് അയക്കണേ. ഇപ്പം അയച്ചതേ. നിങ്ങൾ അയച്ചൊന്ന് പറഞ്ഞു തരുമോ? വെച്ച് മനസ്സിലായില്ല. വോയിസ് ആയിട്ട് പറഞ്ഞാൽ മതി. എനിക്ക് ഈ ലിങ്ക് ഓപ്പൺ ആവുന്നില്ല, അതുകൊണ്ട് സ്ക്രീൻഷോട്ട് തന്നെ അയക്കണം. സ്ക്രീൻഷോട്ട് തന്നെയാണല്ലോ അയച്ചത്. വേണോ? സ്ക്രീൻഷോട്ട് ഇപ്പം അയച്ചതേ. ഇത് അയച്ചത് തുറക്കാൻ കിട്ടില്ല. ലിങ്ക് തീയതി വിട്ടേ കിട്ടില്ല ഒന്ന് പറ.
ഈ ഫോണിൽ ലിങ്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഫോട്ടോ അയച്ചാൽ മതി. ഫോട്ടോ ഇപ്പം അയച്ചേരേ. അയച്ചിക്കണ്. ഓപ്പൺ ചെയ്യാൻ കഴിയൂല. ഇങ്ങനെ അയച്ചിട്ട് കാര്യമില്ല, ഫോട്ടോ അയക്കണം. ഇത് ലിങ്കാണ് അയക്കുന്നത്. ലിങ്ക് അയച്ചു കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യാൻ കഴിയൂല. എന്നാ ഫോട്ടോ അയച്ചു തരേ. അയച്ചു തരാം. കേട്ടോ, വെയിറ്റ് ചെയ്യും. 2 മിനിറ്റ്. ഇപ്പം അയച്ചിക്കണ്. റെഡിയല്ലേ? സ്ലിപ്പ് കിട്ടില്ലേ? എന്താ കിട്ടാത്തത്? ഫോട്ടോ എടുത്ത് തന്നെ അയച്ചത്. ഫോട്ടോ എന്നാണ് പറയണത്. ഫോട്ടോ ഇനി അയച്ചു തരാം. എന്താണ് പറയണേ? പൈസ വന്നിട്ടുമില്ല. നിങ്ങൾ അയക്കുന്നത് എന്തോ ലിങ്കാണ്. അതൊന്നല്ല അയക്കേണ്ടത്, സ്ക്രീൻഷോട്ടാണ് അയക്കേണ്ടത്. ഫോട്ടോ ആണ് അയക്കേണ്ടത്. നോക്കി ഇപ്പം ഫോട്ടോ വിടാട്ടോ. ഗൂഗിൾ പേ ഉണ്ടോ? ഗൂഗിൾ പേൻ്റെ നമ്പർ ഒന്ന് പറഞ്ഞു തരാമോ? നമ്പർക്ക് ഇതൊക്കെ അയക്കേണ്ടത്. ഈ നമ്പർക്ക് അയച്ചാൽ മതിയോ? നമ്പർക്ക് അയക്കണ്ടേ? അയച്ച നമ്പർക്ക് അയച്ചാൽ മതിയില്ലേ? അപ്പൊ നിങ്ങളല്ലേ ഇത്രയും നേരം പറഞ്ഞത് പൈസ അയച്ച് എന്ന് പറഞ്ഞിട്ട്? അപ്പൊ ഇത്രയും നേരമായിട്ട് പൈസ ഒന്നും വന്നിട്ടില്ലല്ലോ. അങ്ങനെ രണ്ടാമത് ഇപ്പൊ വീണ്ടും ചോദിക്കുക ഗൂഗിൾ പേ നമ്പർ. ഇപ്പൊ നിങ്ങളൊരു ഫോട്ടോ അയച്ചല്ലോ, അതുപോലെ നേരത്തെ സ്ക്രീൻഷോട്ട് അയക്കും. അതെന്താ വരാത്ത? ഞാൻ അയച്ചിക്കണ്. അയച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു. എങ്ങനെയാണ് അയക്കേണ്ടത്? ഇപ്പം അയച്ചരേ. ചിലപ്പോൾ അയച്ചുതരാം, വെയിറ്റ് ചെയ്യൂ. ഇതെന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്താണ് മനസ്സിലാവാത്തത്? പറയൂ. അപ്പം ഞാൻ ചോദിച്ചു, വീണ്ടും ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക്, ക്ലാസ് ഏതാ? കാരണം ഇന്നലെ 1-ാം ക്ലാസ്സാണ്, ഇന്ന് 4-ാം ക്ലാസ്സാണ്. അപ്പം അതിനെപ്പറ്റി വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, GPay നമ്പർ അയച്ചു കൊടുത്തു. ഇൻ്റെത് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ഇപ്പം പല തട്ടിപ്പും നടക്കുന്നതാണ്. അപ്പം ഞാൻ എൻ്റെ നമ്പർ കൊടുക്കാന്ന് ഷാൻ്റെ നമ്പർ കൊടുത്തിട്ട് ഈ നമ്പറിലേക്ക് GPay ചെയ്തോളി എന്ന് പറഞ്ഞു. ഈ നമ്പറിലേക്കാണ് പേയ്മെൻറ്റ് ചെയ്തോളി എന്ന് പറഞ്ഞു. 3500 നടത്തുക. അപ്പം കുറച്ച് കഴിഞ്ഞപ്പം വീണ്ടും എങ്ങനെയാണ്, എന്താണ്, ഏത് നമ്പറിലേക്കാണ്, ഈ നമ്പറിലേക്കാണോ, എന്താ ചെയ്യേണ്ടത്, 300 അയച്ചാൽ പോരെ? അപ്പം ഞാൻ പറഞ്ഞു അല്ല, 3500 അയക്കേണ്ടത്, 300 അല്ല 3500 അയക്കേണ്ടത്. വീണ്ടും അതിൻ്റെ ഇടയിൽ ഞാനിപ്പം മെസ്സേജ് നോക്കിയിട്ടില്ല, അപ്പം കോൾ വരും കേട്ടോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഗൂഗിൾ പേ ആണ് ചെയ്യേണ്ടത്, ഇത്ര എമൗണ്ട് ചെയ്തിട്ട് എനിക്ക് സ്ക്രീൻഷോട്ട് അയക്കണം. അത്രയും ഹൈ ലെവലിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യണമല്ലോ, ട്യൂഷൻ വേണം, അത്രയും നിർബന്ധമുള്ള ആളാണെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യണം. അങ്ങനെ 3500 കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു സ്ക്രീൻഷോട്ട് അയക്കണം, പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കണം. അങ്ങനെ എനിക്കൊരു ലിങ്ക് വിട്ടത്. ലിങ്ക് ഓട്ടോമാറ്റിക്കായിട്ട് ലിങ്ക് ഒന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ലല്ലോ, ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയാണല്ലോ പോണത്. അപ്പോൾ ലിങ്ക് കാര്യങ്ങളൊന്നും നമുക്ക് ധൈര്യത്തിൽ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു ലിങ്ക് ഓപ്പൺ ചെയ്യാനും നിന്നിട്ടില്ല, ഞാൻ പറഞ്ഞു സ്ക്രീൻഷോട്ട് തന്നെ അയക്കണം എന്നുള്ളത്. അങ്ങനെ വീണ്ടും ലിങ്ക് ഇങ്ങനെ അയച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞു എൻ്റെ ഫോണിൽ ലിങ്ക് കുറച്ച് ഇത് പോയതാണെന്ന് ഏകദേശം മനസ്സിലായപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഫോണിൽ ലിങ്ക് ഓപ്പൺ ചെയ്യാൻ കഴിയൂല, എന്തായാലും ഫോട്ടോ വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെയും തന്നെ അവസ്ഥ. പിന്നെ കുറച്ച് ഗ്യാപ്പ് വിടും കേട്ടോ, കാരണം ഇത് എവിടാണെന്ന് അറിയോ പോയി ഈ ലിങ്ക് ഉണ്ടാക്കി കൊണ്ടുവരുന്നത്, അതിൻ്റെ ലാസ്റ്റ് കാണാം. കാരണം അതിൻ്റെ ഒരു വലിയൊരു സംഭവം തന്നെ. കാരണം മൂപ്പര് എവിടെ പോയിട്ട് അറിയോ, ക്രോമിൽ പോയിട്ട് 3500 സ്ക്രീൻഷോട്ട് ഉണ്ടാവുമല്ലോ, നമ്മൾ ഗൂഗിൾ പേൻ്റെ റെസിപ്റ്റ്, അത് കിട്ടുമോന്നൊക്കെ തപ്പാനൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വഴിയേ അറിയാം അതൊക്കെ എന്താണ് സംഭവം. അതൊക്കെയാണ് ഈ വീഡിയോൻ്റെ മെയിൻ ഹൈലൈറ്റ്. അത് നമ്മളെ കയ്യിൽ കിട്ടും എന്നുള്ളത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കില്ല. അങ്ങനെ ലിങ്ക് ഇങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു നോ ലിങ്ക്, നോ എല്ലാത്തിനും ഞാൻ എനിക്ക് ഏകദേശം നമുക്ക് കാര്യം ഏകദേശം മനസ്സിലാവാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു നോ. എൻ്റെ ഇടയിൽ ഞാൻ വിളിച്ച് നിങ്ങൾ നല്ലാണ് ചീത്ത പറഞ്ഞാൽ എന്നൊക്കെ ഷാനോട് പറഞ്ഞു. നല്ല വിളിച്ചങ്ങോട്ട് പറഞ്ഞാൽ, പക്ഷെ ഇത് അതിലൊന്നും ഒതുങ്ങൂല എന്നുള്ള കാര്യം പിന്നെ വഴിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. എൻ്റെ ഉറക്കം കളഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ ഇതെങ്ങനെ അയക്കേണ്ടത്, ഇതെങ്ങനെ ഷെയർ ചെയ്യേണ്ടത്, ഇതെന്താ ചെയ്യേണ്ടത്, അങ്ങനെ ഇങ്ങനെ 100,000 ചോദ്യങ്ങൾ അതിന് നമ്മൾ റിപ്ലൈ കൊടുക്കണം. മെയിലോ ഫീമെയിലോ എന്നുള്ള ഒരു ഇതൊന്നും വേണമെന്നൊന്നുമില്ല കേട്ടോ. ആരായാലും മതി, ആരായാലും മതി. ഇന്നാളൊന്നും വേണം, ആണോ പെണ്ണോ എന്നുള്ളതൊന്നും ഇല്ല, ആരായാലും മതി. അങ്ങനെ ഇതെനിക്ക് അയച്ചു. സ്ക്രീൻഷോട്ട് ഇട്ടതാ. എന്തിൻ്റെ? ഗൂഗിൾ പേൻ്റെ സ്ക്രീൻഷോട്ടേ ഇത്. നമ്മളെ ആ ലെവലല്ലേ. പറഞ്ഞു പറ്റില്ല, വീണ്ടും വേണം. നമ്പർ അയച്ചു കൊടുത്തു. പിന്നെ വിളിച്ചു. ഏത് നമ്പറിലേക്കാണ് അയക്കേണ്ടത്? മൂപ്പർക്ക് വിളിച്ചില്ല. മൂപ്പരല്ലേ മൂപ്പത്തി കണ്ടിട്ട് ഇപ്പം എന്താ പറയാ, ഇരുട്ടത്ത് നിന്നിട്ടാണ് വീഡിയോ കോൾ ചെയ്യുന്നത്. ഒരു കണ്ണടൊക്കെ ഉണ്ട്. എന്തായാലും റെക്കോർഡ് ഇവിടെ വിട്ടരാം, അപ്പം അങ്ങനെ മനസ്സിലാവും. അങ്ങനെ ഇതന്നെ പോയിക്കൊണ്ടിരിക്കാം. ഞാൻ ഈ വീണ്ടും നമ്മളെ മറ്റേ സംഭവം അയച്ചു. ഇത് നമ്മളെ ഇന്ത്യൻ്റെ വിന്നർ ചാമ്പ്യൻഷിപ്പ് സംഭവങ്ങൾ ഫോട്ടോ വീണ്ടും അയച്ചു. അപ്പം ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെച്ചു. അപ്പോൾ ഇങ്ങോട്ട് ഇടാൻ പറയും. അങ്ങനെ ഞാൻ അവസാനം എൻ്റെ ക്ഷമ കെട്ടിട്ട് ഞാൻ കുറച്ചങ്ങോട്ട് റോങ് എന്നുള്ള കാര്യമല്ല, കുറച്ച് ചൂടായിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ കറക്റ്റ് കാര്യം പറഞ്ഞാൽ ഇതെല്ലാം വിടണ്ടി അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഉണ്ടാണ്ടി. കുറച്ച് നേരത്തിന് ഞാൻ റിപ്ലൈ കൊടുക്കണ്ടെന്നുള്ള നിലയിൽ പിന്നെ വീണ്ടും വിളിക്കുന്നു, വീണ്ടും സാധാ കോൾ ചെയ്യുന്നു. അങ്ങനെ അവസാനം ഞാൻ അങ്ങോട്ട് ഒരു കോള് ചെയ്ത് ഒരു മിനിറ്റിൻ്റെ കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് പ്രത്യേകിച്ച് സംസാരിക്കൊന്നുമില്ല കേട്ടോ. ആളിങ്ങോട്ട് നമ്മളോട് പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കുകയൊന്നും ചെയ്യില്ല. നമ്മൾ ചോദിക്കില്ലേ, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. ആളെടുത്തുനിന്ന് വരിക, വേറെ ഒന്നും ചോദിക്കേ, വേറെ ഒന്നും ചെയ്യൊന്നുമില്ല, അത്രേ ഉള്ളൂ. അങ്ങനെ ഞാൻ അവസാനം സഹി കെട്ട് ഷാന വിളിച്ച കാര്യം പറയുന്നത് നല്ല പിടിച്ച് ഒളിമ്പിക്കാതി നോമ്പാണെന്നൊന്നും നോക്കണ്ട, അങ്ങോട്ട് കൊടുക്കാതെ കൊടുത്താൽ മൂപ്പരല്ല മൂപ്പത്തി ആരായാലും വേണ്ടിയില്ല, അതൊന്ന് പ്രശ്നം തീർത്തോളൂ. കാരണം ഇങ്ങനെയൊക്കെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വിളിച്ചിങ്ങാണ്ട് നമ്മളെ വട്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം പിടിക്കും. കുറച്ചൊക്കെ സഹിച്ചിരിക്കാം, പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം പിടിക്കാൻ തുടങ്ങും. അങ്ങനെ ഞാൻ അവസാനം ബ്ലോക്ക് ചെയ്തു. അതാണ് ഇന്ത്യയിലുള്ള സ്റ്റോറി. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു. ഞാൻ ബ്ലോക്ക് ചെയ്തു. ഞാൻ കോളും ബ്ലോക്ക് ചെയ്തു, ഇതും ബ്ലോക്ക് ചെയ്തു. അങ്ങനെ ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു GPay നമ്പർ അയച്ചു കൊടുത്തില്ലല്ലോ, ഷാന നമ്പർ എന്ന് വെച്ചാൽ നേരത്തെ ഓൾറെഡി കോളും ചെയ്തു, GPay നമ്പറും അയച്ചു കൊടുത്തു. ആ നമ്പറിലേക്ക് വിളിച്ചങ്ങാണ്ട് പറയാൻ വീണ്ടും വിളിക്കാൻ തുടങ്ങി. ഇന്ത്യയിലേക്ക് വിളിക്കുന്ന സെയിം പരിപാടി, കോൾ തന്നെ ചെയ്തോളൂ. പിന്നെ അവർ മെസ്സേജ് അയക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ സംഭവങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. വിളിച്ചിട്ട് എന്തേ പറയാനുണ്ടെങ്കിൽ തൊള്ള തുറന്ന് പറയാ. വൽക്കമല കളി കളിക്കാൻ നിൽക്കുക. കണ്ണൂരുകാർക്കും കാസർഗോഡുകാർക്കും നേച്ചർ ഇതിനകത്ത് പ്രിസർവ് എന്താ പെണ്ണ, എനിക്ക് രാവിലെ തന്നെ വേറെ പണിയൊന്നുമില്ല. ഇങ്ങനെ കണ്ടോരൊക്കെ ഇങ്ങനെ വിളിച്ചിരിക്കുക. മേലാൽ ഈ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ അത് കോള് കടന്നു, കോളിൽ നിന്ന് മാറി, പിന്നെ വീഡിയോ കോളിലേക്ക് എത്തി. വീഡിയോ കോളിലേക്ക് എത്തിയപ്പോഴാണ് കണ്ടല്ലോ നമ്മൾ ഈ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന പരിപാടി ഇപ്പം നമ്മൾ വീഡിയോ കോളിൽ വന്ന സ്ഥിതിക്ക്. അപ്പം മൂപ്പര് എന്തോ രീതിയിൽ സ്ക്രീൻ ഷെയർ ചെയ്ത് അത് യൂട്യൂബിലേക്കും നമ്മൾ ക്രോമിലേക്കൊക്കെ പോയപ്പോഴാണ് 3500 ഒക്കെ ടൈപ്പ് ചെയ്തൊക്കെ നോക്കിയിരിക്കുന്നത്. 500 കാലം വരെ കണ്ടിരിക്കണം. അപ്പം ആള് കുഴപ്പമൊന്നുമില്ല ആൾക്ക്. പക്ഷെ ഇതാണ് പിന്നെ ചെക്കന്മാരെ കയ്യിൽ ഷോപ്പിലല്ലേ കിട്ടിയത്.
ചെക്കന്മാരെ കയ്യിലാണ് സംഭവം കിട്ടിയത്. ഓരോ നല്ല അങ്ങോട്ട് കടത്താൻ തുടങ്ങി. ഇത് ഇന്നലെ ഒരു ഞാൻ ബ്ലോക്ക് ചെയ്തതിന് ശേഷം ഫുള്ള് കോൾ അങ്ങോട്ടാണ് പോയത്. ഷാക്ക ഫോൺ ഫുള്ള് കോൾ ഓർക്കും ഒരു രസം എന്റർടൈൻമെന്റ്. അങ്ങോട്ട് ഓരോ സ്റ്റിക്കർ അയക്കുക, അതേപോലെ ഇങ്ങോട്ട് സ്റ്റിക്കർ അയക്കുക, എന്നിട്ട് ഇവിടുന്ന് അയച്ച മെസ്സേജൊക്കെ വീണ്ടും തിരിച്ചെടുത്തുങ്ങാണ്ട് ഫോർവേഡ് ചെയ്തുകൊണ്ട് തിരിച്ചുകൊണ്ട് അയക്കുക. പിന്നെ കോൾ ചെയ്യുക, വീഡിയോ കോൾ ചെയ്യുക. അങ്ങനെ വീഡിയോ കോൾ ചെയ്ത് ലാസ്റ്റ് ഇന്നലെ ഏകദേശം ഒരു ടൈം ആയപ്പോൾ നെറ്റ് ഓഫ് ആക്കിയിട്ടപ്പോൾ അതാണ് ഇന്ന് രാവിലെ വീഡിയോ വിളിച്ചു. അതുവരെ എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നോ ഇതാക്കണമെന്നോ പബ്ലിഷ് ചെയ്യണമെന്നോ ആരും അറിയിക്കണമെന്നൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഇന്ന് രാവിലെ നേരത്തെ കാലത്തെ വിളിച്ചെങ്ങാണ്ട് എൻ്റെ ഉറക്കം പോക്കിയപ്പോൾ എനിക്കത് ചെയ്യണം എന്നുള്ളൊരു വാശിയാണ്. ഞാൻ നല്ല പറഞ്ഞു ചെയ്തിരിക്കുക, നല്ലപോലെ തന്നെ കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് എനിക്ക് വേണ്ടത്, എന്താണ് വേണ്ടത് എന്നോട് പറഞ്ഞ് തെളിച്ച് പറഞ്ഞാലല്ലേ നമുക്ക് ഇതൊക്കെ ഒന്ന് പരിഹരിക്കാൻ കഴിയും. അങ്ങനെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഇപ്പം ഞാനിതാ വീഡിയോസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ ആൾ എവിടെയും കാണുന്ന ആരെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും സംഭവം ആർക്കെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റിൽ അറിയിക്കുക. ഇങ്ങനെയുള്ളവരെ നമ്മളിങ്ങനെ വെച്ച് കുറപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവരും എല്ലാ ഇതിലും ഫുള്ളും നല്ല നല്ല മൈൻഡിൽ ഇരിക്കുകയായിരിക്കില്ല. വേറെ എന്തെങ്കിലും ഓരോ അവസ്ഥയിൽ ഇരിക്കുന്ന ടൈമിൽ ഇങ്ങനത്തെ ഓരോ കോളുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ കിറങ്ങാൻ തുടങ്ങും. അപ്പോൾ ഇന്നലെ ഫുൾ ടൈം അതിൻ്റെ മുകളിൽ ഇരുന്ന എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഏകദേശം. പിന്നെ ഇന്ന് രാവിലെ വിളിച്ചല്ലോ, കാരണം രാവിലെ വിളിക്കും, അങ്ങനെയാണല്ലോ. കാരണം ഉറങ്ങണ്ടേ, രാത്രി ഒരു 10, 10:30, 11 മണി കഴിഞ്ഞാലോ മൂപ്പര് ഉറങ്ങും. മൂപ്പരെല്ലാം നമ്മളെ മൂപ്പത്തി ഉറങ്ങിയിട്ടുണ്ട്. മൂപ്പത്തി ആണ് തോന്നുന്നു, കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. ഷോർട്ട് ഹെയർ ഒക്കെ ആണ്, സ്പെക്സ് ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഇരുട്ടത്തുനിന്ന് വീഡിയോ കോൾ ചെയ്യാം. അപ്പോൾ ഇന്ന ആളെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് ഉപദേശിച്ച് നന്നാക്കാൻ പറ്റുക. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നന്നാക്കിയില്ലേ വേണ്ടിയില്ല, നമ്മളെ ഊളപ്പാറയിൽ കൊണ്ടുപോയാൽ മതി. അതാണ് ഏറ്റവും ബെറ്റർ. കാരണം ഇതിലുള്ള വേറൊരു സംഭവം ഒരു തമാശ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നെ വിളിച്ചിട്ട് ഞാൻ ബ്ലോക്ക് ചെയ്തല്ലോ. അപ്പം ഇന്നെ വിളിച്ച് കിട്ടാനായപ്പം ഷാന വിളിച്ചത്. അപ്പം നമ്പർ കണ്ടപ്പോൾ മനസ്സിലായപ്പോൾ ഷാ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ ചോദിച്ചു. അപ്പം ഷാ ഹലോ പറഞ്ഞു. ഇതെവിടാ എന്തേലും ചോദിച്ചു. ഇത് ഊളംപാറ. നിങ്ങൾ എന്തേ ബുക്ക് ചെയ്തിട്ട് ഇന്ന് വരാനെന്ന് ഷാ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇന്നിനി വരേണ്ടത് നേരം വൈകിയില്ലേ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങി. പക്ഷെ ഒരു കുട്ടീൻ്റെ വോയിസോ അങ്ങനെ ഒന്നും തോന്നുന്നില്ല. ഒരു മെയിൽ വോയിസോ ആണ്. അങ്ങനെ നമ്മൾ ആക്കിങ്ങാണ്ട് സംസാരിക്കൂലേ, ഒരു ഫീമെയിൽ വോയിസ് ഉണ്ടാക്കി സംസാരിക്കുന്ന മയത്തൊക്കെ വോയിസാണ്. അപ്പോൾ വോയിസൊക്കെ കേൾക്കുമ്പോൾ ഏകദേശം മനസ്സിലാവും. ഇനിയും കൂടുതൽ കളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്പർ എന്തായാലും പബ്ലിഷ് ചെയ്യാം. എല്ലാവരും ഒന്ന് വിളിച്ചുകൊണ്ട് നമ്മളെ നല്ല കാക്കമാരും ബ്രദേഴ്സും സിസ്റ്റേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ. നമുക്ക് ഇങ്ങനെ ഒരാൾക്കൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അറിയാലോ എങ്ങനെ ആളെ തീരുമാനമാക്കി കൊടുക്കണം, നമ്മളെ മഹാവ്യക്തിനെ തീരുമാനമാക്കി കൊടുക്കണം എന്ന്. ഇനി ഇത് കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഞാൻ എന്തായാലും പബ്ലിഷ് ചെയ്യാം. നമുക്കത് എന്തായാലും തീരുമാനമാക്കി കൊടുക്കാം. അപ്പം ഇങ്ങനെയായിരുന്നു എൻ്റെ ഇന്നലത്തെ ഒരു ദിവസം പോയത്. രസമാണ് സംഭവം, രസമൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മൾ ഏതാ സിറ്റുവേഷനിൽ നിൽക്കണമെന്ന് പറയാൻ പറ്റില്ല. കാരണം കൂടുതൽ ഇത് ഇന്ന് അല്ലെങ്കിൽ നാളെ ഇത് വേറെ ഒരാൾക്ക് വരും. അപ്പോൾ നമ്മൾ പ്രായമായ ആൾക്കാരെ ഫോണിലേക്ക് ഇത് എന്താണ് ഏതാണെന്നൊന്നും അറിയാം, ഇങ്ങനെ ലിങ്ക് കാര്യങ്ങളൊക്കെ വിട്ട് എന്താണ് ഏതാണെന്നൊന്നും അറിയാൻ പറ്റാത്ത ഒരാൾക്ക് നമുക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതേമാതിരി ഇനിയിപ്പം ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ റെക്കോർഡ് ചെയ്യണം അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ പിന്നെ ഓൾറെഡി ഇത് ക്ലോസ് ചെയ്ത് വെച്ചോണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പം എല്ലാവരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ താത്ത അല്ലെങ്കിൽ ഈ മഹാവ്യക്തിനെ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇനി കൂടുതലായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാൻ നമ്പർ പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പം നമ്പർ വേണ്ടിവരും, തീർച്ചയായും കമൻറ്റിൽ അറിയിക്കാം. നമ്പർ പബ്ലിഷ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് കമൻറ്റിൽ അറിയിക്കാം. നമുക്ക് അത് ശരിയാക്കി കൊടുക്കണ്ടേ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇത് ഇങ്ങനെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും പറയേണ്ട വീഡിയോ അല്ല, ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് തന്നെ കണക്കാക്കാം. അപ്പം അത്രേ ഉള്ളൂ.